ഗസ വെടിനിർത്തൽ കരാറിന്റെ ആദ്യഘട്ടം പ്രാബല്യത്തിൽ വന്നു. ഫലസ്തീൻ പ്രാദേശിക സമയം 12 മണിയോടെയാണ് വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നത്. ഇതിന്റെ ഭാഗമായി ഇസ്രായേലി സൈന്യം പിന്മാറാനുള്ള ഒരുക്കങ്ങളും ആരംഭിച്ചു. അതിനിടെ ഗസ മുനമ്പിൽ വെടിനിർത്തിയെന്ന വാർത്തയ്ക്ക് പിന്നാലെ തിരിച്ചു വരാനൊരുങ്ങുന്ന ഫലസ്തീനികൾക്ക് നേരെ സൈന്യം അതിക്രമം നടത്തിയതായും റിപ്പോർട്ടുണ്ട്. വടക്ക് ഭാഗത്തേക്ക് മടങ്ങുന്നത് തടയാൻ ഗസ നഗരത്തിന്റെ തെക്കു പടിഞ്ഞാറൻ പ്രവേശന കവാടത്തിലുള്ള അൽ റഷീദ് തെരുവിലേക്ക് ഒരു ഇസ്രായേലി സൈനിക ടാങ്ക് അതിക്രമിച്ചു കയറിയതിന്റെ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. ആദ്യഘട്ട കരാർ കൈറോ ചർച്ചയിൽ ഇസ്രായേലും ഹമാസും അംഗീകരിച്ചിരുന്നു. വെടിനിർത്തൽ വാർത്ത വന്നതോടെ ഗസയിലെങ്ങും ആഹ്ലാദ പ്രകടനങ്ങൾ നടക്കുകയാണ്. തിങ്കളാഴ്ചയോടെ ഇസ്രായേലി ബന്ദികളെ വിട്ടയക്കുമെന്നാണ് കരാറിലുള്ളത്. 24 മണിക്കൂറിനുള്ളിൽ ഗസയിൽ നിന്ന് സൈന്യം പിൻവാങ്ങി തുടങ്ങുമെന്നാണ് കരാറിലുണ്ടായിരുന്നത്. ഗസ വെടിനിർത്തൽ കരാറിന്റെ ആദ്യഘട്ടത്തിൽ ഇസ്രായേലും ഹമാസും ധാരണയിലെത്തിയതായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സോഷ്യൽ മീഡിയയിലൂടെയാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. വെടിനിർത്തൽ പദ്ധതിയുടെ ആദ്യഘട്ടത്തിലെ എല്ലാ വ്യവസ്ഥകളും നടപ്പാക്കുന്നത് സംബന്ധിച്ച് ഇരു കൂട്ടരും ധാരണയിലെത്തിയതായാണ് ട്രംപ് അറിയിച്ചത്. ഇതുപ്രകാരം 24 മണിക്കൂറിനുള്ളിൽ ഇസ്രായേൽ അധിനിവേശ സൈന്യം ഗസയിൽ നിന്ന് പിന്മാറും. തങ്ങളുടെ കൈവശമുള്ള ബന്ദികളെ ഹമാസും പകരമായി തടവിലുള്ള ഫലസ്തീനികളെ ഇസ്രായേലും മോചിപ്പിക്കും. 48 ബന്ദികളാണ് ഹമാസിന്റെ കൈവശം ഇനിയുള്ളത്. ഇതിൽ 20 പേരാണ് ജീവനോടെ ഉള്ളതെന്നും റിപ്പോർട്ടുകൾ പറയുന്നു. ഈ 20 പേരെയും മറ്റുള്ളവരുടെ മൃതദേഹങ്ങളുമാണ് ഹമാസ് കൈമാറുക. പകരം 2000-ഓളം ഫലസ്തീൻ തടവുകാരെയാണ് ഇസ്രായേൽ വിട്ടയക്കുകയെന്നും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. Waytonikah.com, the exclusive Muslim matrimonial site.